അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാമോ? ധൂർത്തപ്പത്തിൻ്റെ പുനഃവായന തുടരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ? അതായത് അപ്പം പറയണ വാക്കാണ്. എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തൊരു വാക്ക് അപ്പം പറയേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അപ്പം എന്നോട് കൂടെ നിങ്ങളും എന്നോടുകൂടി ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞില്ല ഈശോ പറഞ്ഞില്ലേ? അത് നിത്യത വരെ ഓഹരിയാക്കുമെന്നാണ് പറയണത്. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്താണ്? നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ദൈവം നോക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കത് കിട്ടിയ ഇത് കിട്ടിയ എന്നല്ല നോക്കണത്, മറിച്ച് നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ദൈവം എന്ത് തരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകണം. അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ദൈവ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദൈവ താല്പര്യത്തിനെതിരെയായിട്ട് ദൈവം ചെയ്യത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് തന്നാലും നാളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ആ അനുഗ്രഹം തരുമോ? അപ്പോൾ ചില അനുഗ്രഹങ്ങൾ തരാതിരിക്കുമ്പോൾ തരാത്ത അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയണം. ധൂർത്തപുത്രന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത കണ്ടില്ലേ? കാര്യം കൊടുക്കാതിരുന്നൊരു കാര്യമില്ല. അവൻ കൊടുത്തില്ലെങ്കിലും പോവും, കൊടുത്താലും പോവും. ധൂർത്തപുത്രൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ്? അവൻ കൊടുത്തില്ലേലും പോകും, കൊടുത്താലും പോകും. അവൻ്റെ മനസ്സിരിപ്പ് അപ്പനല്ല, അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്താ? തന്നാലും തന്നില്ലേലും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതാണ് മൂത്ത മകൻ. എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോടുകൂടി ഉണ്ടല്ലോ. എന്താണ് എന്ന് അപ്പനെല്ലാം പറയുന്നുണ്ട്. നോക്കിയേ, ആ ആ ഇളയ മകൻ വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്പനാണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ഇളയ മകൻ വന്നിട്ടേ അവനെന്തെല്ലാം വാദോര, അവൻ്റെ അപ്പനെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല, ദാസനായ കാണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പനവനെ കെട്ടിപ്പിടിച്ച സത്യമാണ്. പക്ഷെ വിളിച്ചൊരു വാക്ക് പറയണമല്ല. അന്ന് നാവിറങ്ങിപ്പോയ അപ്പൻ ഇപ്പം ഈ ഇളയ മൂത്ത മകൻ, അവൻ്റെ സ്വന്തം രക്തം പോണ പോലെ പോയ അവൻ കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടല്ലേ എന്തെല്ലാം സംസാരിച്ചത്? എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോട് കൂടി ഉണ്ടല്ലോ. പിന്നെ ഒരു വാക്ക് പറഞ്ഞ്, ഏത് കൊടുത്ത കാളക്കുട്ടി കൊടുത്ത് കൊന്നാലും, ഏത് മോതിരം കൊടുത്താലും, ഏത് ചെരുപ്പ് കൊടുത്താലും നിനക്കുള്ളത് നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്ന. കർത്താവിൻ്റെ കഥ എന്തും ബാലൻസ്ഡ് ആണെന്നറിയാമോ? ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഇന്ന് കൈ കിട്ടണില്ലെന്നേ ഉള്ളൂ, നാളെ വരപ്രസാദമായി ദൈവത്തെ തന്നെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അവൻ അത് അമർത്തിക്കുരുക്കി നിറച്ചളന്ന് കൃപയവൻ നിന്റെ മടിയിലോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രത്യാശയോട് ജീവിക്കാൻ മുൻപുകാലം നമ്മളെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ 15 തവണ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ അൾത്താരയിൽ ഞാൻ പറയുന്ന 5ാമത്തെ സാക്ഷിയാണിത്. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോന് കിട്ടിയ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു 2 മാസം മുമ്പ് ക്ലാസ്സിൽ IT ലാബിൽ ടീച്ചേഴ്സ് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഡിവൈഡർ എടുത്തിട്ട്, ഇരുമ്പിൻ്റെ സാധനമാണല്ലോ എല്ലാവർക്കും മനസ്സിലാകും, അത് എടുത്ത് സ്വിച്ച് ബോർഡിൽ കുത്തി സ്വിച്ച് ഓണാക്കി. പക്ഷേ പെട്ടെന്ന് ആൾ കൈയെടുത്തു, മൊത്തം കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗൺ ആയി, കുറച്ച് തീയൊക്കെ വന്നു, സ്പാർക്കായി. ക്ലാസ് ടീച്ചറും കുട്ടികളും അടക്കം എല്ലാവരും ഭയന്നു.
എന്നെ പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അവർ കുറേ എക്സ്റ്റൻഷനിൽ വിളിച്ചിട്ട് എന്നെ കിട്ടാതെ ലാസ്റ്റ് എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല, അവർ വിളിച്ച് പറയണതാണ് പെട്ടെന്ന് വരണം. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോനും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ആകെ തളർന്ന് ഞാനാണ് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് ചോദിച്ചു നിങ്ങളെന്താ സത്യം പറയാം, എന്തെങ്കിലും കൊച്ചിന് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കണില്ല, അവർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു 10:45 11 മണി അത്തായപ്പോഴത്തേക്ക് ഞാൻ വേഗം ഇറങ്ങി. അപ്പോൾ പോരുന്ന വഴിയെല്ലാം ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് മോൻ്റെ കാര്യം കേട്ടപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊരു ടെൻഷൻ എനിക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ സൈലൻറ്റിലല്ല, എയർപ്ലെയിൻ മോഡിലിട്ടു. ആരും എന്നെ വിളിക്കണ്ട, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അപ്പോൾ ഇനിയിപ്പോൾ എന്നെ ആരും വിളിക്കണ്ട, ഞാനും ഉണ്ടാവണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിട്ട് വരണത്. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങണത്. കൊച്ചിന് 7:45 ക്ലാസ് ഉണ്ട്, 10ലാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഇറങ്ങി 2 വീലറിൽ ഇരുന്നതാണ് ഞാൻ പോകാൻ ഇറങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് തൂക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം ഞാൻ ശരിക്കും കേട്ടു, അപകടം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താവോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് തോന്നിയതാണോ. ഞാൻ എന്നിട്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് കൊച്ചിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇതിനെ വിളിച്ചിട്ട് ഇതിൻ്റെ നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് വിടുന്നത്. അതിൻ്റെ ഒരൊറ്റ സംരക്ഷണം മാത്രമാണ്. കാരണം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ടീച്ചർ അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിൻ്റെ കൈയും കാലും വേറെ അപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർ എന്നോടത്ത് പറയണത് ഇവൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയമാണ്, അവരുടെ സ്കൂളിലെ ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്കൂൾ നിറച്ച് പോലീസുകാർ വയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടേക്കണു. ഇവർ പെട്ടെന്ന് ആരോ ചെയ്യുന്നത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അവർ പറയുന്നത് ഇവിടെ ഈ സ്കൂളിന് തന്നെ അത്രയും വലിയ നാശനഷ്ടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. കൊച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവൻ ചിലപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും ചെയ്തതാണോ എന്താണെന്നറിയില്ല. ഇനി കൊച്ചിനെ കാണുമ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര റെഡിഷായിട്ട് മുഖം എല്ലാം വാടി വല്ലാത്തൊരു ട്രോമയിൽ നിൽക്കുക ഈ കൊച്ച്. എനിക്ക് സങ്കടം, ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് പറയണ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയുടെ തന്നെയാണ്. കാരണം ഇതൊരു പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം തൂർത്താണ് ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ പറയണത് അത് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിലപ്പുറം വലുത് സംഭവിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർക്ക് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അവരൊന്നും മിണ്ടണില്ല എന്നെ കാണുമ്പോൾ. HM പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, അതുമാതിരി ഒരു അപകടം സംഭവിക്കേണ്ട അടുത്തുനിന്ന് ഒന്നുമല്ലാതെ നിസ്സാരമാക്കി. സിസ്റ്റമൊക്കെ അടിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തോന്നുന്നു സിസ്റ്റം എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായതാണ്, വേറൊന്നും ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചു, ദൈവമേ ഇനി കൊച്ചിനും എന്തെങ്കിലും പറ്റി സ്കൂളിനും നമ്മൾ നാശനഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ. ഒന്നുമില്ലാതെ അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ട് പോക്കോ, കൊച്ചു ടെൻഷനായിട്ടിരിക്കുകയാണ്, അവനോടൊന്നും ഇനി പറയണ്ട, സമാധാനമായിട്ട് പോകും, അവനെന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ, ഒന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന എൻ്റെ അമ്മ ആ ഉടമ്പടി തൈലം തൂക്കാനും അപകടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ആ രാവിലെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മോനെ കിട്ടില്ലായിരുന്നു, സ്കൂളിനും എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു. മൊത്തം കുട്ടികൾ എല്ലാവരും വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി. ഈ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യത്തിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ അടുത്തത് എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തിലേറെയായിട്ട് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഓർത്തോയുടെ എടുത്തിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഒന്നും ജോലി പോലും ചെയ്യാൻ പറ്റില്ല, പെയിന്, എനിക്ക് കിടക്കാൻ പറ്റില്ല. എണീറ്റ് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ബെഡിലേക്ക് കിടക്കാൻ പറ്റില്ല. കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുക, അതുമാതിരി പെയിനാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ കളരി വൈദ്യൻ്റെ അടുക്കൽ പോയി 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം ആയുർവേദ ഡോക്ടറെ അടുക്കൽ പോയി തിരുമിച്ചു. എനിക്കൊരു കുറവുമില്ല, ചിലപ്പോൾ ഈ വേദന അങ്ങ് കൂടും. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ശക്തമായിട്ട് പെയിൻ വന്ന് എൻ്റെ കഴുത്തൊക്കെ ഒരു വശത്തേക്കായി, കൈ പൊക്കാൻ പറ്റുന്നില്ല, അതുപോലെ പെയിൻ. ഞങ്ങൾ ഡോക്ടറെ അടുക്കൽ പോയി, അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നീർക്കെട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ കഴുത്തൊക്കെ വല്ലാത്ത രീതിയിലിരിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ അടുക്കൽ പോയി ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ഞാൻ പോയില്ല, എനിക്ക് വേദന കുറയണില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഓയിൽമെൻറ്റൊക്കെ തൂക്കും, എനിക്ക് വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെയിം നിയോഗം എഴുതാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ സെയിം നിയോഗം
നിയോഗം ഒരു പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്താൽ പിന്നെ വീണ്ടും വീണ്ടും എഴുതണ്ട. അപ്പം ഞാൻ പിന്നെ അത് എഴുതാതെയായി. ഞാനിങ്ങനെ പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വേദന, എനിക്ക് ജോലി ചെയ്യണമല്ലോ, എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ വേദനയൊന്ന് മാറ്റി തരണേ അമ്മയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചെല്ലാനിരുന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പെയിൻ. ഞാനിപ്പോൾ പെട്ടെന്ന് ചെന്ന് ഈ സ്റ്റെപ്പയിൽ ഓയിൽമെൻറ്റ് ഇരിക്കുകയാണ്, അതെടുത്ത് പെരട്ടി. അത് പെരട്ടുമ്പോൾ കുറച്ച് ഒരു പുകച്ചിൽ കിട്ടിയ ഒരു ആശ്വാസം. പക്ഷേ ഇത് പെരട്ടിയപ്പോൾ എനിക്ക് വേദന കൂടുക, എനിക്ക് ചങ്ക് പൊട്ടി ഞാൻ കരയുക. ഞാൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് നിന്നോട് പറയണേ ഈ വേദനയൊന്നും മാറ്റിത്തരാൻ പറ്റണില്ലേ, ഞാൻ നിൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ കരയുക. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ ഈ ഓയിൽമെൻറ്റ് തുടച്ച് മാറ്റിയിട്ട് കൃപാസനത്തിൽ തൈലം കയ്യിലിട്ട് കുടഞ്ഞിട്ടു. കുറച്ചധികം എടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ അങ്ങ് തൂക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു പൊള്ളൽ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത് ഈ ഓയിൽമെൻറ്റ് പുരട്ടേണ്ടി ആയിരിക്കും എന്ന് കരുതി ഞാൻ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല പൊള്ളലെന്ന് പറഞ്ഞാൽ അതുമാതിരി ഒരു ശക്തമായിട്ടൊരു പൊള്ളലാണ്. ഞാൻ എന്നിട്ട് രാത്രി പോയി കിടന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങോട്ട് മാറി. ഒരു ചെറിയൊരു നീറ്റൽ പോലെയുള്ളൂ. ആ നീറ്റിൽ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് വേദന വന്നാലും ഞാൻ ഡോക്ടറെ കാണില്ല, ഇതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറെ കാണില്ല, ഓയിൽമെൻറ്റ് പറ്റില്ല, ഒരു പെയിൻ കില്ലർ ഞാൻ കഴിക്കില്ല, ഇതോടുകൂടി നീ എനിക്ക് വേദന മാറ്റി തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വേദന, പൊടിക്കൊരു വേദനയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിലേറെയായി ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരു മരുന്നെടുക്കുകയോ ഓയിൽമെൻറ്റ് പുരട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വേദന അതിനുശേഷം എനിക്കുണ്ടായുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ ചെറിയൊരു നീരിൻ്റെ ഇറക്കത്തിൻ്റെ ഒരു പൊടി വേദന, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് ഏകദേശം 5-6 വർഷം അത്രത്തോളം മരുന്നുകളും ട്രീറ്റ്മെൻറ്റും പൈസയും ഞാൻ മടക്കിയിട്ടുള്ളതാണ്. എനിക്ക് ജോലി പോലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും ജോലിക്ക് പോകാതെ ഇങ്ങനെ അവശതയിൽ കിടക്കുന്നിട്ടുണ്ട് ഞാൻ. ഈ ഒരു വലിയ അനുഗ്രഹവും അമ്മ എനിക്ക് തന്ന ഈശോ തിരുകുമാരനിൽ നിന്ന് വാങ്ങിത്തന്നാണ്. ഇതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരിപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും 1-2 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കൂട്ടുകാരികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ നിസ്സാര ശമ്പളത്തിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്യണം. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് 1-2 പൊതി ഫുഡൊക്കെ ഞാൻ രാവിലെ നേരം കാപ്പിയുടെയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും, അപ്പോൾ അത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഒരുപാട് പേരിരിക്കുകയാണെങ്കിലും ഈ പത്രം കൊടുത്ത് തീർക്കണമല്ലോ എന്ന് കരുതി ചിലപ്പോൾ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തീർക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നണം ഇവർക്ക് കൊടുക്കാം, അല്ലെ ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറില്ല. എല്ലാവർക്കും ഓടി നടന്ന് പത്രം ഇതാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം കുമ്പസാരിക്കാറുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം ഞാൻ ചെയ്തു പോകാറുണ്ട്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ജിനിമോൾ എന്ന ഈ സഹോദരി തനിക്കും തൻ്റെ മകനും ലഭിച്ച 2 വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് മകന് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു ആകസ്മികമായ അപകടമാണ്. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസ് ഇരുമ്പ് ഉള്ള ഉപകരണം അതെടുത്ത് സ്വിച്ച് ബോർഡിൽ പ്ലഗിൽ കുത്തുകയും അത് ആ സ്കൂളിൻ്റെ മുഴുവൻ ഇലക്ട്രിസിറ്റി ഫെയിലാകുന്ന വിധം അത്ര വലിയ കറണ്ട് പാസും ഷോർട്ടേജുമായി തീരുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മകന് പോറൽ പോലും ഏൽക്കാതെ ഒരു അപകടവും വരാതെ മകനെ സംരക്ഷിച്ചു. അതോടൊപ്പം തന്നെ ആ സ്കൂളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ലാബ്, മറ്റ് ഉപകരണങ്ങൾ, വൈദ്യുതിക ഉപകരണങ്ങൾ ഒന്നിനും കേടുപറ്റാതെ സംരക്ഷിച്ചതിനെയാണ് മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്നതാണ് കൃപാസന മാതാവ് ഈ എൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈമാറിയ സന്ദേശം. അത് അമ്മയെ തേടി വരുന്ന ഏതൊരു ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തത്തിനും അമ്മ കാവലായി ഉണ്ടാകുമെന്നും കാത്തുകൊള്ളുമെന്നും അമ്മയിൽ സംശയിക്കാതെ നിയോഗം വയ്ക്കുന്നവരുടെ അവിചാരിതമായി ആകസ്മികമായി വരുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് അമ്മ തന്നെ കരുത്തായും കരുതലായും അമ്മ ജീവനും ജീവിത സാഹചര്യവും ഉയർത്തി ഒരുക്കി കൊടുത്ത് സംരക്ഷിക്കുമെന്ന് നമുക്ക് ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു അപകടമായി തീരാവുന്ന, പലർക്ക് അപകട മരണം സംഭവിക്കാമായിരുന്ന ഏറെ ക്ലേശിതമായ ഒരു സാഹചര്യത്തിലാണ് ഒരാൾക്ക് പോലും ഒരു അപകടവുമില്ലാതെ നാശനഷ്ടമില്ലാതെ ഈ മകനെയും ആ സ്കൂളിനെയും അമ്മ സംരക്ഷിച്ചതിനെ ഈ കുടുംബം ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നത്. സഹോദരി സൂചിപ്പിച്ചു, അത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപകടമെന്നൊരു സ്വരം
ആവർത്തിച്ചെൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയും അത് അമ്മയുടെ സന്ദേശമായി തന്നെ കണ്ടുകൊണ്ട് ആർക്കാണ് എന്താണ് അപകടമെന്ന് പോലും അറിയില്ലെങ്കിലും തിരികെ അകത്ത് കയറി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ട് പോയതെന്ന അമ്മയുടെ സംരക്ഷണമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അപകടം എന്ന് ഓർമ്മിപ്പിക്കുകയും അമ്മയുടെ സംരക്ഷണയിലേക്ക് ചേർത്ത് പിടിക്കുകയും അപകട സമയത്ത് പോറൽ പോലും ഏൽക്കാതെ കാക്കുകയും ചെയ്തത്. അതുതന്നെ മകളുടെ രോഗക്ലേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറെ പണം മുടക്കി, ഏറെ വേദന തിന്നു, ഒത്തിരി നാൾ രോഗവുമായി അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അമ്മയുടെ കരങ്ങളിലേക്ക് അത് പൂർണ്ണമായി വിട്ടുകൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്ക് ഒരു മകളെന്ന രീതിയിൽ എന്നോട് സ്നേഹമില്ലേ? എത്ര നാളായി ഞാനിതിൽ ക്ലേശിക്കുന്നു, എനിക്ക് വേദനയിൽ നിന്ന് വിമുക്തി വേണം. അത് മരുന്ന് തൂത്തുകളഞ്ഞ് തൈലം പൂശി അന്ന് കിടന്നുറങ്ങി പ്രാർത്ഥിച്ചുറങ്ങിയിട്ട് മകൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം മുതൽ ഇപ്പോൾ 6 മാസം വരെ പിന്നീട് ഒരിക്കലും ആ തീവ്രമായ വേദന, അതിഷ്ണമായ വേദന, നിരന്തരം ജീവിതത്തെ ഉലച്ചുകൊണ്ടിരുന്ന വേദന അത് എന്നേക്കുമായി മാറുകയും സാധാരണ ജീവിതത്തിലേക്ക് മകളെ നയിക്കുകയും ചെയ്തതെന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ജീവിതത്തിൻ്റെ ദുരിതം എന്താണോ ആ ദുരിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കരകയറ്റുകയും കണ്ണീരൊപ്പിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവ് തന്നെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന സെബാസ്റ്റ്യൻ. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് ഇടഭാഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/1/2019 ആദ്യമായി തന്നെ ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മുടക്കം വരാതെ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സാധിച്ചു തന്ന ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പാസ്സായി കിട്ടണമെന്ന്. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് 10ാം ക്ലാസ് പാസ്സാവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിയോഗമായി വെച്ചത് അവൻ പാസ്സായി കിട്ടുവാണെങ്കിൽ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ സാധിക്കണമേ എന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അവന് അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതെ വരരുത് മാതാവേ, നീ ഇടപെട്ട് ഒരു നല്ല സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് സയൻസ് ഗ്രൂപ്പ് തന്നെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഞാൻ മുടക്കിയതില്ല. അതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ +1 അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി, +2 പാസ്സായി. അത് മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പ് ഉപയോഗിച്ചാണ്. എന്നും എൻ്റെ ഒപ്പം 2019 മുതൽ അവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം മുട്ടുനിർത്തി നിന്ന് തിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോൾ അവൻ പരീക്ഷ കഴിയുന്നോ ആ സമയം വരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒത്തിരി സ്നേഹം തോന്നാറുണ്ട്. എന്നെ ഈ അൾത്താരയിൽ നിർത്തുവാൻ സാധിച്ചതിന്. +1 +2 പാസ്സായി. സീറോ മെറിറ്റിൽ നിന്ന് അവനെ ഇത്രയും അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒത്തിരി നന്ദി ഞാൻ പറയുക. ഉപ്പും തൈലവും കാശുരവും അവന് ഞാൻ കൊടുത്തുവിടും. അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ ബൈബിൾ വായിക്കുമ്പം എന്നും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി മുടങ്ങാതെ 2019 ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. സന്ധ്യാമണി അടിക്കുമ്പോൾ ഞങ്ങൾ 4 പേരും ഒന്നിച്ചിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയ ശേഷമേ ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പോകാറുള്ളൂ. അതുപോലെ തന്നെ 153 മണി ജപം ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീടിന് ചുറ്റും മുറികളിലും ഇരുന്ന് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന നടത്തും. അത് തീർച്ചയാണ്. ഉടമ്പടി പ്രാർത്ഥന എന്നീ
കൃപാസന മാതാവിൻ്റെ അടുക്കൽ എത്തിയോ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടേയില്ല. എല്ലാ ദിവസവും അച്ഛൻ്റെ ത്യോക്കും കാണും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം സാക്ഷ്യവും കേൾക്കും. അതുപോലെ തന്നെ ഫോണിലൂടെ സാക്ഷ്യവും പ്രത്യക്ഷീകര പ്രാർത്ഥനയും ഡെയിലി ബ്രെഡും സ്ഥിരമായി കാണും. അത് ഷെയർ ചെയ്തു ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് നോക്കുന്നത്. ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തൊരു കോഴ്സിന് ഇവനെ വിടുവണം എന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, 0 മെറിറ്റിൽ നിൽക്കുന്ന എൻ്റെ മോനെ +2 വരെ ആക്കിയത് അമ്മ മാതാവാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തരണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു അമ്മ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇവനെ ഞാൻ ഏറ്റു. ഒരു പ്രതീക്ഷ പോലുമില്ലാതെ ഇവൻ BSc നേഴ്സിന് അഡ്മിഷൻ പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോൻ BSc നേഴ്സിന് പോകാൻ. അവന് ഇഷ്ടമില്ലെങ്കിലും അവൻ പോയി. ഫസ്റ്റ് ഇയറും അവൻ പാസ്സായി. ഇതെല്ലാം നടത്തുന്ന എൻ്റെ കാശിൽ ഇവൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഉപ്പും തൈലവും ഇവന് ഞാൻ കൊടുക്കും. ഇവൻ അതനുസരിച്ച് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് സാക്ഷിയൊക്കെ കേട്ട് എവിടെ പോയാലും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവൻ പോവുള്ളൂ. അവൻ കോളേജിൽ BSc നേഴ്സിന് പോയപ്പോൾ അവന് ഇതെല്ലാം കൊടുത്താണ്. രാവിലെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവനോട് പറയും, പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമേ നീ ഏത് കാര്യത്തിനും പോകാവുള്ളൂ. അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോഴും എല്ലാം ഇത് തന്നെ ഉപയോഗിച്ചു. ആ വർഷം പരീക്ഷയ്ക്ക് പോയപ്പോഴും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലിയും മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും കൊടുത്താണ് അവന് ഞാൻ വിട്ടത്. അവൻ അതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയർ അവന് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും അവൻ കേൾക്കുമായിരുന്നു. അതുപോലെ ചെയ്തതിൻ്റെ ഫലം സെക്കൻഡ് ഇയറിലും അവൻ പാസ്സായി. തേർഡ് ഇയറിൽ 2025 അവൻ ഉടമ്പടി എടുത്ത് 5/5/2025 അവന് ഉടമ്പടി എടുക്കുന്നിടം വരെയും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്നെ വിളിച്ചു പറയും, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വരുവാന്ന്. ഞാൻ പറയും, അമ്മ മാതാവിനെ നിൻ്റെ കൂടെ തന്നു വിട്ടിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉണ്ട്. അതെല്ലാം ചേർത്ത് പിടിച്ച് കൊന്ത ചൊല്ലി നീ എന്നും പ്രാർത്ഥിച്ച ശേഷം നിനക്ക് അവിടെ നിൽക്കാനും നിൻ്റെ എല്ലാ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും നികത്താനും നിനക്ക് സാധിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മ ഇവിടെ നിന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ഇവൻ്റെ പരീക്ഷ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അൾത്താരയുടെ സക്കരാരിയുടെ അവിടെ തിരുവോസ്തിയിൽ അവിടെ വന്ന് മുട്ടുകുത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എപ്പം പരീക്ഷ തുടങ്ങുന്നോ അന്നേരം മുതൽ ഞാൻ ഈ കൃപാസനത്തിലാണ്. അവൻ്റെ പരീക്ഷ തീരുമ്പോഴാണ് ഞാനിവിടുന്ന് പോകുക. എനിക്ക് മാതാവ് തന്ന കൃപകൾക്ക് ഞാൻ ഒത്തിരി പറയുന്നു. അതിനോടൊപ്പം ബാക്കി സാക്ഷ്യം പറയും. എൻ്റെ പേര് ജിജോ മോൻ സെബാസ്റ്റ്യൻ. ഞാൻ BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എൻ്റെ തേർഡ് ഇയർ എക്സാം എഴുതിയായിരുന്നു. ഇൻ്റേണൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോയി പരീക്ഷയ്ക്ക്. യൂണിവേഴ്സിറ്റി എക്സാമിന് തോറ്റുപോയി. അപ്പം വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ റൂൾസും അതൊന്നും ഞാൻ പാലിക്കത്തില്ല, അത് കാരണം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ ഒന്ന് പോയി എടുക്ക്, മാതാവ് നിന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. രൂപം വായിക്കാൻ വേണ്ടി എനിക്കൊരു മാതാവിൻ്റെ രൂപം വായിക്കാൻ വേണ്ടി സാധനം കിട്ടി. അപ്പം അങ്ങനെ രൂപം വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു. ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ ചെല്ലുമ്പം ഇൻ്റേണൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റേണൽ എക്സാമിന് ഞാൻ എഴുതി. വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും എല്ലാം കൊണ്ടുപോയി 3 വട്ടം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് പരീക്ഷ എഴുതി. ഇൻ്റേണൽ എക്സാമിന് മാർക്ക് അന്ന് തന്നെ വന്നപ്പോൾ ഇൻ്റേണൽ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. യൂണിവേഴ്സിറ്റി എക്സാമിനും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. വിശുദ്ധ വസ്തുക്കളും കൊണ്ടുപോയി. അന്ന് രാവിലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പഠിച്ചു, എനിക്കൊന്നും അറിയില്ല, പാസ്സാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ വിശുദ്ധ വസ്തുക്കളുമായിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്നിരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വേദന കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പാസ്സാവും ഇങ്ങനെ പറഞ്ഞു.
റിസൾട്ട് ഞാൻ അപ്പം അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പം പരീക്ഷയുടെ ആൻസറുകളാണ് പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ വട്ടവും ചുമപ്പ് കാണിക്കുന്ന അവിടെ ഒരു പച്ചയെങ്കിലും കാണിക്കണേന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ പാസ്സെന്ന് കാണിക്കണേന്ന് പറഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും എഴുതിയിട്ടില്ലടാ, എങ്ങനെയാണെന്ന് ഞാൻ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ജിജോമൻ്റെ റിസൾട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പാസ്സെന്ന് പറഞ്ഞ് അവിടെ വന്ന ഉടമ്പടി കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്തവരും വരെ അന്ന് തൊട്ട് ഇവിടെ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നുണ്ട്. അവരെല്ലാം പാസ്സാകുന്നുമുണ്ട്. അങ്ങനെ തേർഡ് ഇയർ പാസ്സായി. തേർഡ് ഇയർ പാസ്സായിട്ട് ഫോർത്ത് ഇയർ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. ഫോർത്ത് ഇയറിൻ്റെ പരീക്ഷ സമയത്ത് എന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഏറ്റെടുക്കും, നിങ്ങൾ ആരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയിരുന്ന മാതാവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പം എല്ലാവരും പറഞ്ഞ് താങ്കളെല്ലാം പാസ്സാവുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് മാതാവിനെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും വരണം. അന്ന് രാവിലെ പരീക്ഷ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ 3 സബ്ജക്റ്റിന് സമയത്തും എല്ലാവരും എൻ്റെ കയ്യിൽ വിശുദ്ധ വസ്തുക്കളും ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥനയില്ല പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയുടെ ഇടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം, എനിക്ക് എന്നെയും കൊണ്ട് പറ്റുന്നില്ല, OBGയും അതൊന്നും എൻ്റെ തലയിൽ കയറുന്നു പോലുമില്ല അമ്മ. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർ ഏറ്റവും പഠിക്കുന്നവർ വരെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്നൊരു വിഷയമുണ്ട്, അതൊന്നും തലയിൽ കയറുന്നു പോലുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വിശുദ്ധ വസ്തുക്കൾ അവർക്ക് കൊടുക്കും, അവർക്ക് ആ ഹോസ്റ്റലിൽ ആർക്കെന്ത് ആ കോളേജിൽ പറ്റിയ എൻ്റെ ഉടമ്പടി വസ്തുക്കളോ എന്തെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ അവരുടെ പെട്ടെന്ന് സുഖപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ എൻ്റെ മാതാവ് വരുന്നു, നീ അതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷാളിൽ നിന്ന് പരീക്ഷ എഴുതി ഞാൻ കരഞ്ഞുകൊണ്ടാണ് പരീക്ഷാളിൽ നിന്ന് ഇറങ്ങി വന്നത്. എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാം സിമ്പിൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല ആരുടെ മുമ്പിൽ. എന്നിട്ട് പരീക്ഷാളിൽ നിന്ന് വന്ന് ഞാൻ പരീക്ഷ റിസൾട്ട് വന്നു. 4/3/2026 എക്സാം റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം എൻ്റെ വൈകിട്ടായപ്പോൾ റിസൾട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരൊരിക്കലും ഇനിയും കരയുന്ന എനിക്ക് കാണാൻ പറ്റില്ലേ, എനിക്ക് വേണ്ടി വേദന, ഞാൻ ജനിച്ച കാലം തൊട്ട് അവർ രണ്ടും വേദനിക്കുന്നതാണ്, അത് ഇനിയും കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കൊടുത്തവരെല്ലാവരും പാസ്സായി. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും പാസ്സാകണമെന്ന്. റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി. മിക്കവരും വന്ന് എൻ്റെ ബാച്ചിലുള്ളവരെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ആരെന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ പേരല്ല പറയുന്നത്, കൃപാസന മാതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെന്നും എവിടെയും വെച്ച് ഞാൻ പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് മേടിക്കും. ചങ്ങനാശ്ശേരി, വണ്ടാനം, തിരുവല്ല അവിടെയെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറയും നിനക്ക് ആലപ്പുഴ കൊടുത്താൽ. ഞാൻ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കുന്ന ആലപ്പുഴ അറിയാവുന്ന ആൾക്കാർക്കല്ല, ഇവിടെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിക്കും നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം നടന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മൊത്തം പറയും. എൻ്റെ 10ാം ക്ലാസ് തൊട്ട് എൻ്റെ ഡിഗ്രി വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ പറയല്ല. അപ്പോൾ അവർ എൻ്റെ കയ്യിൽ പത്രം മേടിക്കും. പിന്നെ കാശുരങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എല്ലാവരുടെ അടുത്തും. ഉടമ്പടി എടുത്തപ്പം തൊട്ട് ഞാൻ ആരെങ്കിലും എന്നോട് എല്ലാം പറഞ്ഞാൽ ആ സമയത്തൊന്നും വിട്ടത് എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ കൂടുതലും ദേഷ്യപ്പെടുന്നത്. അപ്പം എൻ്റെ അമ്മ പറയും നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിപ്പം അങ്ങനെ ദേഷ്യം ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ഒരു 10 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ 17:29 കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ജിജോമോൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഒരാളിലൂടെ അനേകരെ ദൈവം അനുഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളമാകുമെന്ന് അബ്രഹാത്തോട് പറഞ്ഞ അതേ വാഗ്ദാനം ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളോടും ഇന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മെറിറ്റ് കുറവാവട്ടെ, സമ്പത്ത് കുറവാവട്ടെ, സൗന്ദര്യം കുറവാവട്ടെ, ജോലി സാധ്യത കുറവാവട്ടെ, നമുക്ക്
എന്തൊക്കെയാണോ കുറവെന്ന് നാം കാണുക, ആ കുറവുള്ളിടത്തൊക്കെയും ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കാം. അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുഴുവൻ പ്രയാസങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തെ ഉയർത്തും, മഹത്തരമുള്ളതാക്കും, അനേകർക്ക് അനുഗ്രഹമായി നമ്മളെ കൈമാറുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും. എൻ്റെ പേര് അശ്വിനി, ഇതെൻ്റെ ഹസ്ബൻഡ്, പേര് ബിബി. ഞങ്ങൾ കാലിക്കറ്റ് നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ ഒരു നിയോഗം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2022 ഉടമ്പടി എടുത്തത്. അപ്പോൾ 2022 ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കല്യാണം ഇങ്ങനെ ലേറ്റായി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും, മാതാവിനെ ആരാധിക്കും. 22 ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ കല്യാണം നടക്കാത്തത് കണ്ടപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇനി കൃപാസനത്തിലേക്ക് വരില്ല എന്ന്. അപ്പോൾ അമ്മ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി തോന്നി. അങ്ങനെ അന്ന് രാത്രി 2023 രാത്രി ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു, മാതാവിനെയും കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം നടക്കും, കല്യാണം നടക്കാനൊരു ടൈമുണ്ട്. ആ ടൈം അന്ന് എനിക്ക് 26 വയസ്സായിരുന്നു. 29ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടക്കുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് 2022 വന്നത്. അപ്പം ഞാൻ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. 29 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും കല്യാണം നടന്നില്ല. അങ്ങനെ ഞാൻ അതുവരെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി റിന്യൂ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മാതാവുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എൻ്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പോലും മാതാവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറയുമായിരുന്നു. ഒരമ്മ മകൾ ബന്ധം അത്രയും സ്ട്രോങ് ആയ ഒരു ബോണ്ടായിരുന്നു ഞാനും മാതാവും തമ്മിൽ. ഞാനൊരു ഹിന്ദു ആണ്, എൻ്റെ ഹസ്ബൻഡും ഹിന്ദു ആണ്. അതിലുപരി ഞാൻ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മാതാവിന് അത് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കാലിക്കറ്റിൽ നിന്ന് തന്നെ എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടു തരണം. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാലിക്കറ്റ് തന്നെ വേണമെന്ന്. പിന്നെ അതുപോലെ പുറത്ത് നിന്നുള്ളൊരു പ്രപ്പോസൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് UK പോകാനും കാനഡയിൽ പോകാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം മാതാവേ. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറെങ്കിലും പുറത്തുള്ള ആളായാൽ മതി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, UK കാനഡയോ അതിലേത് വേണമെങ്കിൽ മാതാവിനെ സെലക്ട് ചെയ്യാൻ, എനിക്ക് ഏതായാലും ഞാൻ ഹാപ്പിയാണ്. മാതാവിൻ്റെ അടുത്ത് സംസാരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയും. മാതാവ് എൻ്റെ വീട്ടിൽ ഈ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, ആ രൂപം നോക്കി സംസാരിക്കും. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്നും പ്രപ്പോസൽ വേണം. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് വിദേശത്ത് നിന്ന് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് എന്നെ പറഞ്ഞു എനിക്ക് മാച്ചായിട്ടുള്ളൊരു പാർട്ട്ണറെ തന്നെ വേണം മാതാവേ, എന്നെ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെ തന്നെ വേണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഓരോ പ്രപ്പോസൽ വരുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിച്ച് അതുപോലത്തെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും മാതാവ് ഞാൻ ഹാപ്പി അല്ല എന്ന്. മാതാവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വരുന്ന പ്രപ്പോസൽ ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോസൽ അതുവഴി പോവും. അപ്പോൾ ഇതുവരെ എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രപ്പോസലൊന്നും ഓക്കെ അല്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി അല്ല എന്ന്. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഞാൻ 29 വയസ്സാവുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായി. അതുവരെ എനിക്കൊരു പ്രപ്പോസലൊന്നും നടന്നില്ല. അങ്ങനെ ഫെബ്രുവരി 27 എൻ്റെ ബർത്ത്ഡേ. 27 എൻ്റെ ബർത്ത്ഡേയും 28 എൻ്റെ കല്യാണവും മാതാവ് നടത്തി തന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 എനിക്ക് 29th കംപ്ലീറ്റായി. 29 വയസ്സ് എനിക്ക് പൂർത്തിയായി. 28ാമത്തെ ദിവസം മാതാവിൻ്റെ കല്യാണം നടത്തി തന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണാം.
കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശോയുടെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മനസ്സുള്ളവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റുമെന്ന്. ഞാനത് സ്ട്രോങ് ആയിട്ട് എന്നെ വിശ്വസിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റായി മരണപ്പെട്ടു പോയി. എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അമ്മയ്ക്കും മരിച്ചുപോയ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക്, മാതാവിന് ഈശോനെ പോലെ തന്നെ ആ അമ്മയ്ക്ക് ആൺകുട്ടിയായിട്ട് ആ ഒരു മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, ഒരു മകൻ മാത്രം. അപ്പോൾ ആക്സിഡൻറ്റിൽ ആ അമ്മയുടെ മുന്നിൽ നിന്നാണ് ആ മകൻ മരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കത് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഒരു ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ഞാൻ ആ അമ്മയ്ക്കും മകനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ആ മരിച്ചുപോയ മകൻ്റെ ആ ഒരു വേദന ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, മാതാവെ ഒന്ന് സമാധാനിപ്പിക്കുന്നു. ഞാൻ അത്രയും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ പുള്ളിക്കാരനൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മകനായിരുന്നു. അപ്പോൾ പകുതിക്ക് ഷോർട്ട് ഫിലിമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു മകനായിരുന്നു. അപ്പോൾ ഒരു നവംബർ 13-ാം തീയതിയാണ് മരിച്ചു പോയത്. അപ്പോൾ ആ അമ്മയ്ക്കത് ഒറ്റൊരു മകനായതുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഡിസംബർ 5-ാം തീയതി ഒരു 8:30 ആയപ്പോൾ എൻ്റെ റൂമിലേക്ക് ഞാൻ മാതാവ് വരുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. മാതാവിൻ്റെ കണ്ണ്, മാതാവിൻ്റെ മൂക്ക്, മാതാവിൻ്റെ ചുണ്ട്, ഇതൊക്കെയായിരുന്നു ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന ആ ടൈമിൽ മാതാവ് ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ തല തൊട്ട്, എൻ്റെ ഫേസ്, മുഖം വരെ തൊട്ട് തലോടുമായിരുന്നു. എനിക്ക് ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റി. എൻ്റെ ദേഹം മുഴുവനും കുളിരായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം അന്ന് ആ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും ബ്രദറും ഇല്ലായിരുന്നു. അപ്പം എനിക്കത് അറിയാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ചിട്ട് പോയി. ഭൂമിയിലേക്ക് എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തലയും എൻ്റെ ഫേസൊക്കെ മാതാവ് തൊട്ടിട്ടാണ് മാതാവ് പോയത്. അപ്പം എനിക്ക് മാതാവിനെ കാണാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ച് എന്നുള്ളൊരു സന്തോഷമായിരുന്നു എൻ്റെ മൈൻഡ് മുഴുവനും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മാതാവ് തൊട്ടല്ലോ, മാതാവ് തൊടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൊടണമെന്നില്ലല്ലോ. അപ്പോൾ എന്നെ വന്ന് തൊട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മാതാവിനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ TV സ്ക്രീനിൽ ഈ സെയിം കൃപാസനം മാതാവ് എന്നെ നോക്കിയിട്ട് ക്ലാപ്പ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഞാനത് കണ്ടിട്ട് ഒരു 1 month അടുത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ കൃപാസനത്തിലേക്ക് വന്നിട്ട്, എൻ്റെ കല്യാണം നടന്നതുകൊണ്ട് എനിക്ക് കൃപാസനത്തിലേക്ക് വന്നിട്ട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്, കൃപാസനത്തിലേക്ക്. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം മാതാവിനെ അറിയിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യവും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. ഉഴപ്പുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഞാൻ ഓരോ സോറി പറയും, മാതാവേ സോറി, മാതാവേ സോറി. ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും മാതാവിനറിയാം, ഒന്നും അറിയാത്തതായിട്ടില്ല. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും മാതാവിനെയും കൊണ്ട് കാശ് രൂപവും എൻ്റെ ബാഗിലിട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോവുക. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും മാതാവ് സാധിച്ചു തന്നതിന് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന ഓരോ ടൈമിലും ഞാൻ കൃപാസനത്തിലെ പേപ്പർ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് ഞാൻ പറയും. മാതാവിന് ഈശോനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. അങ്ങനെ പേപ്പറുകൾ ഞാൻ എല്ലാവരുടെയും പോയി കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ എല്ലാവർക്കും തെരുവിലിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞ് പള്ളിക്ക് മുന്നിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന എല്ലാ യാചകന്മാർക്കും കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞ് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു.
തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. അശ്വിനി, ബിബി എന്ന ഈ മക്കൾ അവരുടെ വലിയ സന്തോഷവും അനുഗ്രഹവും ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ഇവിടെ ഏറ്റുപറയുന്ന പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. അശ്വിനി വിവാഹം നടക്കാതായപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് വന്ന് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അശ്വിനി ആഗ്രഹിച്ചതിലപ്പുറം വളരെ വലിയ അനുഗ്രഹങ്ങളാണ്, കൃപകളാണ് ഈ മകൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയിരിക്കുന്നത്. ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നത് പോലെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് അഷ്ടഭാഗ്യങ്ങളിൽ ഈശോ നമ്മോട് അരുളി ചെയ്യുന്ന മലയിലെ പ്രസംഗത്തിൽ. അശ്വിനിയുടെ ആ ഹൃദയ ശുദ്ധിയെക്കുറിച്ച് പരിശുദ്ധ അമ്മ കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഈ മകളുടെ കമ്മ്യൂണിക്കേഷൻ, പരിശുദ്ധ അമ്മയുടെ പ്രസൻസ്, സാമീപ്യം തൊട്ടനുഭവിക്കാനുള്ള ഒരു മഹാഭാഗ്യമെല്ലാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈശോയെ തൊട്ടു എന്ന് നാം ബൈബിളിൽ വായിച്ചെടുക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയാണ്. ഒരുപാട് പേർ ഈശോയെ തൊട്ട് ഈശോയെ തിക്കിത്തിരക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ മാത്രം ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചു. ഉടനെ ഈശോയിൽ നിന്ന് ശക്തി പ്രവഹിച്ചപ്പോൾ ഈശോ ചോദിച്ചു, എന്നെ തൊട്ടതാരാണെന്ന്. ആര് ഈശോയെ തൊട്ടാലും ഈശോ അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ജീവിതത്തിലൂടെ തൊട്ടറിയേണ്ട ഒരു വലിയ ജീവിതാനുഭവം. അശ്വിനി പരിശുദ്ധ അമ്മയെ തൊട്ടു എന്നും പരിശുദ്ധ അമ്മ ഈ അശ്വിനിയെ തൊട്ടു എന്നത് മനസ്സിലാക്കാനും ആ പ്രസൻസ് എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുവാനും അമ്മയോട് വളരെ ആത്മാർത്ഥമായി സംസാരിക്കുവാനും വളരെ കണ്ടീഷൻഡായിട്ടാണ് അശ്വിനി പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത്. ചില പ്രപ്പോസലുകൾ വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാതാവിനോട് വളരെ ഭംഗിയായി, വളരെ ആത്മാർത്ഥമായി, വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു ആത്മബന്ധം ഇന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് അശ്വിനിക്ക് ഉണ്ടാക്കുവാനുള്ള വലിയ കൃപ നൽകിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും എനിക്കിഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെടാത്തതും, അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതും ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്തതും കൂടി നമുക്ക് മനസ്സിലാകാനുള്ള കൃപയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഇവരുടെ ഒരു വലിയ യാത്ര കഴിഞ്ഞ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെ സന്തോഷത്തോടു കൂടി ഈ വിവാഹ ദിവസത്തെക്കുറിച്ച് നന്ദി പറയാൻ ഇവരോട് എത്തിയിരിക്കുകയാണ്. ഇവരുടെ ഭാവിയിലും ഉടമ്പടിയിലായിരിക്കുമെന്നുള്ള വലിയ പ്രതിജ്ഞയോടുകൂടി ഇന്ന് ഈ മക്കൾ ഈ അൾത്താരയിൽ നിറങ്ങുമ്പോൾ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ മക്കളെയും ഈ ഉടമ്പടിയുടെ അവരുടെ നിയോഗങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരുപാട് മക്കളാണ് വിവാഹത്തിനുള്ള നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നത്. അവരെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വിനിക്കും ബിബിനും എല്ലാ അനുഗ്രഹ ആശീസ്സുകളും നേർന്നുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എനിക്കിവിടെ അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇവിടെ ആദ്യമേ ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജിൽ നിന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലരിൽ നിന്ന് റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങനെയൊന്നും ലഭിച്ചില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26 എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29 കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഇങ്ങനൊരു ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്നത് കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിന് വേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉള്ളവർക്ക്, ഇംഗ്ലീഷ് പറയാൻ അറിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കതിന് മറുപടി പറയാനും ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് അത് ഒരിക്കലും എൻ്റെ കഴിവല്ല, കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല, കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വെച്ചും ഓൺലൈനിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ഒരു ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം അവിടെ പോയി നിന്നു. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങി കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്തു നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ പ്രാർത്ഥന, ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന്
പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ആ അടയാളം കണ്ടുകൊണ്ട് വേണം എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ട്രെയിൻ പോകുന്ന സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ച് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, 1 അല്ല 2 അല്ല പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ. അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2-ാം തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7-ാം തീയതി എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവ് മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2-ാം തീയതി ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനങ്ങാന്നായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2-ാം തീയതി വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25-ാം തീയതി പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടുള്ള ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്. ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഒരു വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട് കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിൽ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1-2 പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്തു. വളരെ ബുദ്ധിമുട്ട്, IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്.
പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് ഇപ്പം ആദ്യം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട്, ഡോക്ടർമാരെ കാണിക്കും, ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒന്നും ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തുകൊള്ളുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിനൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ജിജിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ തെളിഞ്ഞു കാണുന്നത് അതുതന്നെയാണ്. ജിജിക്ക് ഏറ്റവും ആവശ്യം ദൈവം തന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ടാകണം എന്നുള്ള ഒരു വാശിയേറിയ പ്രാർത്ഥനയാണ്. കാരണം തൻ്റെ അയോഗ്യതകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിതിനൊന്നും യോഗ്യതയില്ല, ഒരു ഖത്തർ മിനിസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള യോഗ്യതകൾ എനിക്കൊന്നുമില്ല എന്ന് വീണ്ടും ജിജി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മുൻപിൽ ഈശോ നമ്മെ ഏറ്റുപറയേണ്ടുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം പിതാവിൻ്റെ മുൻപിൽ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നവന് പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ഏറ്റുപറയുമെന്നുള്ളൊരു വലിയ വാഗ്ദാനം ഉടമ്പടിയിലൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. മകൾക്ക് ജിജിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു സ്റ്റാറ്റസിനെ സ്റ്റാറ്റസിനെ ചെറുതാക്കിയ ജീവിതാവസ്ഥയിൽ നിന്നാണ്. തൻ്റെ യോഗ്യതകളൊന്നുമില്ല. ഞാൻ കണ്ട മറ്റു വ്യക്തികൾ എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയവരാണ്. വളരെ അപ്പിയറൻസ്, അവരുടെ ലുക്ക് വളരെ വലുതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതും. പക്ഷേ സ്വപ്ന ദർശനത്തിൽ തന്നെ മകൾക്ക് ആ പരീക്ഷയിലുള്ള മാർക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 96 എന്ന നമ്പർ ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് മകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ കൃത്യമായ മാർക്ക്. 96% മാർക്കോടുകൂടിയാണ്. വൻ വിജയമാണ് 96. മകൾ തന്നെ പറയുന്നു, ഒരു ഫസ്റ്റ് ക്ലാസ്സിന് പോലും എനിക്ക് യോഗ്യതയില്ല, 60 മാർക്കിന് പോലും എനിക്ക് യോഗ്യതയില്ലാതിരുന്നപ്പോൾ എനിക്ക് 96 മാർക്ക് ലഭിച്ചാണ് എനിക്ക് പരീക്ഷ പാസ്സായത് എന്ന് മകളേറ്റ് പറയുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയാണ് ദൈവപിതാവിൻ്റെ പ്രീതി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത ഏറ്റെടുക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധ മാലാഖ വന്ന് സന്ദേശം അറിയിച്ചപ്പോൾ, നീ ദൈവപുത്രൻ്റെ അമ്മയാകുമെന്ന മംഗളവാർത്ത തന്നപ്പോൾ ഞാൻ യൂദാവംശത്തിലെ ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ നിന്നാണ് എന്നൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വളരെ ഹമ്പിളായ, വളരെ വിനീതമായ ഒരു പ്രസ്താവനയാണ് പരിശുദ്ധ അമ്മ അവിടെ
തലമുറയ്ക്ക്. ഉടമ്പടി ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇതൊന്നും എൻ്റെ യോഗ്യതകളല്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചു, ഞാൻ BSc പഠിച്ചു, ഞാൻ MBBS പഠിച്ചു എന്നുള്ള യാതൊരു യോഗ്യതകളും നമ്മൾ ഏറ്റുപറയേണ്ട. കാരണം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകും ജീവിതം ഏറ്റവും എത്തിപ്പിടിക്കുന്നത് ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജിജി പറയുന്നുണ്ട്, ഇനി ഞാൻ എവിടെ ചെന്നാലും നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് ഒരു മിഷണറി ആകാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നമ്മെ പ്രവാസിയായി നമ്മെ ദൈവം കൊണ്ടുപോകുന്നത് തന്നെ അവിടുത്തെ വചനം പങ്കുവയ്ക്കാനുള്ള, അവിടുത്തെ സാക്ഷ്യമേറ്റു പറയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ്. ജിജി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ ഈശോയെ ഏറ്റുപറയാനുള്ള വലിയ കൃപയുമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞു. കൃപാസന മാതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് 1000 ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോയൽ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഇടവക ചാത്തിയാത്ത് മൗണ്ട് കാർമൽ ചർച്ച്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 23, 2022 അതിന് മുന്നേ 2020 മുതൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 കൊല്ലത്തോളമായി ഇപ്പോൾ ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച ഇതിപ്പോൾ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അവസരം നൽകുന്നത് ഇത് 4ാം തവണയാണ്. 15 തവണ എനിക്ക് ഉടമ്പടി പുതുക്കാനും മാതാവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം 2025 സെപ്റ്റംബർ 8 എനിക്ക് ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമേ സാക്ഷ്യം. മാതാവിൻ്റെ ദിവസം എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ അൾത്താരയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാദറിന് കിട്ടിയ സൗഖ്യമായിരുന്നു. സെപ്റ്റംബർ 8 എൻ്റെ ഡാഡി ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഡയബറ്റിസ് ഫുഡ് ഇൻഫെക്ഷൻ ആയത് കാരണം ഡാഡി ഹോസ്പിറ്റലിൽ ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. ഡാഡിയുടെ ഇൻഫെക്ഷൻ ഒരു രീതിയിലും കുറയുന്നില്ലായിരുന്നു. ആദ്യം ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നീട് ട്രിപ്പിട്ടു, ആൻറ്റിബയോട്ടിക്സ് ട്രിപ്പിട്ടു. എന്ത് ചെയ്തിട്ടും ഇൻഫെക്ഷൻ ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഡാഡി ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ എനിക്ക് മനസ്സിൽ അച്ഛൻ, ഇവിടുത്തെ ജോസഫ് അച്ഛൻ നമ്മുടെ ഓൺലൈൻ റിട്രീറ്റിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം കൃപാസനത്തിൽ 2004 മാതാവ് പ്രത്യക്ഷപ്പെടുത്തിയതാണ്. ഇവിടുത്തെ ജപമാല അത്രയും 1 കൊല്ലം നീണ്ടു നിന്ന അഖണ്ഡ ജപമാലയുടെ അവസാനമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാഡിയുടെ കാലിൽ ഇൻഫെക്ഷൻ ഇത് കുറയുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അവസാനത്തെ ഒരു ആയുധമായിട്ട് ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഇനി 1000 മണി ജപമാല ഞാൻ ഡാഡി അഡ്മിറ്റായ അന്ന് മുതൽ ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഡാഡിയുടെ അടുത്ത് നിന്ന് ബെഡിൻ്റെ അടുത്തിരുന്ന് ഡാഡിയുടെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് കൊടുത്ത് ഉടമ്പടി തൈലം ഡാഡിക്ക് പുരട്ടി കൊടുത്ത് ഞാനായിരുന്നു ബൈസ്റ്റാൻഡർ. ഞാൻ ഡാഡിയുടെ അടുത്തിരുന്ന് 1000 മണി ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ്ലി ചൊല്ലി. എന്നിട്ട് 5ാം ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. 5ാം ദിവസമായി ഇൻഫെക്ഷൻ ഒട്ടും കുറവില്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 കൊറിന്ത്യൻസ് 13:1 അതായത് ഇത് മൂന്നാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. 2 or 3 പേരുടെ മൊഴിയിൽ ഏതു കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള വചനമാണ് കിട്ടിയത്. എനിക്കപ്പോൾ തന്നെ എനിക്ക് ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം എൻ്റെ ഫാദറിന് ഇങ്ങനെ ഡയബറ്റിസ് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് 3ാം തവണയാണ്. ആദ്യത്തെ 2 തവണയും മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ശരിയായി. ഇത് 3ാം തവണയാണ് ഇതിങ്ങനെ ക്രിട്ടിക്കൽ ആവുന്നതും ആശുപത്രി അഡ്മിറ്റ് ആവുന്നതും ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയാതിരിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന്. അപ്പോൾ അതിനുശേഷം ഞാനന്ന് ഹോസ്പിറ്റലിൽ വരികയും മമ്മിയോട് ഈ കാര്യം പറയും. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിൻ ടീന എന്ന് പറഞ്ഞ ഒരു 3rd കസിൻ, എൻ്റെ ഒരു കസിൻ അന്ന് എനിക്കൊരു സാക്ഷ്യം അയച്ചിരുന്നു. ഇതുപോലെ കാല് മൊത്തം ഇൻഫെക്ഷനായി, കാല് മൊത്തം തൊലിയെല്ലാം പോയ ഒരാളുടെ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. അത് സൗഖ്യപ്പെട്ട സാക്ഷ്യം അയച്ചു. അത് ഞാൻ എൻ്റെ മമ്മിയോട് ആ സമയം ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിനുശേഷം എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലയിൽ ഇപ്പോൾ ആരോ തൊടുന്നത് പോലെ തോന്നുന്നു. 5 തവണ ഡാഡിയുടെ കാലയിൽ ആരോ ഇങ്ങനെ തഴുകുന്ന പോലെ, ആ പ്രശ്നമുള്ള കാലം ആരോ തഴുകുന്നത് പോലെ 5 തവണ അനുഭവപ്പെട്ടു എന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും മമ്മിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ ഒരു അനുഭവത്തിന് ശേഷം
ഹോസ്പിറ്റൽ പിന്നീട് അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുവരെ ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയുന്നില്ലായിരുന്നു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചത്, ഡാഡി ആണെങ്കിൽ ചെറുപ്പം മുതലേ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് കാലയിലെ വിരലൊക്കെ പോയ ഡാഡിക്ക് പിന്നെ ഓൾറെഡി ഒരു വിരൽ ഗാൻഗ്രീനായി പോയി. ബാക്കിയുള്ള വിരലും കൂടി നഷ്ടപ്പെട്ടു പോയ ഡാഡിക്ക് നടന്നു പോയി പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയോ വീട്ടിൽ തന്നെ ഇരുന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ ഡാഡിക്ക് വരല്ലേന്ന് നിയോഗമാണ് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത്. അത് മാതാവ് പ്രാർത്ഥന കേൾക്കുകയും ഡാഡിക്ക് സൗഖ്യം കൊടുക്കുകയും ഇപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 6 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞ് നമുക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. ഡോക്ടർ ഒട്ടും പുറത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ ഡാഡിക്ക് കോൺഫിഡൻസ് കൊടുക്കും, ഇൻഫെക്ഷനൊന്നും ആവില്ല, നമുക്ക് കുർബാനയ്ക്ക് പോകാം. അങ്ങനെ ഡാഡിയായിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഡാഡിയെ പ്രത്യേകം കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം അന്നൊന്നും ഡാഡിയുടെ കാല് ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമുക്ക് മാതാവിലുള്ള വിശ്വാസം കാരണം നമ്മളെല്ലാവരും കുടുംബത്തോടെ വരികയും ഡാഡിയും ക്യൂവിൽ 5.5 മണിക്കൂർ ക്യൂ നിന്ന് മാതാവിനെ മുത്തി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഡാഡിയുടെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഡാഡി ഇപ്പോൾ വളരെ നോർമലായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഒരു 1/2 മണിക്കൂറോളം നടന്നാണ് പോകുന്നത്. യാതൊരു കുഴപ്പവുമില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അന്നേ ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. കാരണം അന്നേ സമയം ഞങ്ങളുടെ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റ് വർക്ക്, അതൊരു നോർമലി ആ പ്രോജക്റ്റ് വർക്ക് നോർമലി തീർന്നു. അത് ഓഗസ്റ്റ് മാസത്തോടെ നമ്മൾ ഓൾറെഡി നമ്മളെ ആ പ്രോജക്റ്റിൽ നിന്ന് റിലീസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയം കമ്പനി ലേ ഓഫ് പറഞ്ഞപ്പോൾ ആ സമയത്ത് ബെഞ്ചിൽ പോയ എനിക്ക് ആകെ പ്രശ്നമാണ്. കാരണം ലേ ഓഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ ധ്യാനപ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. നീരാഞ്ജനം ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചതെല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ എല്ലാം ദൈവജനത്തിൻ്റേതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെയെല്ലാം ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവി ഈ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരൊന്നും വരല്ലേ, എന്നെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച ആ ജോലി എനിക്ക് നൽകിയത് ദൈവമാണ്. അപ്പോൾ ദൈവം അറിയാതെ എന്നെ ആ കമ്പനിയിൽ നിന്ന് ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സെപ്റ്റംബർ 8 വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പൊതുവെ ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് വിളിച്ചതെന്ന് എനിക്ക് അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് ബാക്കിയുള്ളവർ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ പ്രൊജക്റ്റിൽ നിന്ന് റിലീസ്, കാരണം ഓൾറെഡി വർക്കൊക്കെ തീർന്നിരിക്കുകയാണല്ലോ, പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യായിരിക്കും എന്ന് വിചാരിച്ച് ഇനി എന്തായാലും എന്തുപോലും വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം ഒരു സേഫ് റോളിലോട്ട് അവർ മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ആ മാനേജർ ഞാനുമായിട്ട് യാതൊരുവിധ പരിചയമില്ല. പുള്ളിയാണെങ്കിൽ വേറൊരു ലൊക്കേഷനിലുള്ള ഒരാളുമായിരുന്നു. ആ മാനേജറും ഞാൻ ഉൾപ്പെടെ കുറച്ച് പേരെ വേറൊരു പുതിയ റോളിലോട്ട് 2 മാസത്തേക്ക് മാറ്റി. ശരിക്കും ആ ഒരു സമയമാണ് കൂടുതൽ പ്രശ്നമുള്ള സമയം. ആ ഒരു ജോലിയൊന്നും നഷ്ടപ്പെടാതെ മാതാവ് എനിക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോനെ കുറിച്ചാണ്. എൻ്റെ മോൻ്റെ കണ്ണിലൊരു കുരു വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് കുഞ്ഞിലെ കണ്ണിൽ ഇങ്ങനെ കുരു വന്നിട്ടുണ്ട്. അത് സർജറി ചെയ്ത് മാത്രമാണ് നീക്കാൻ സാധിച്ചത്. അപ്പോൾ സർജറി ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ കണ്ണിനും കാഴ്ചയ്ക്ക് ഇങ്ങനെ വരികയും കണ്ണാടി വയ്ക്കുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് അതേപോലത്തെ കുരു ആണെങ്കിൽ മോനും കണ്ണാടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് മോനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും ഇത് തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ആഴ്ച സമയം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഈ ഓപ്പറേഷൻ കൂടാതെ തന്നെ മോൻ്റെ കണ്ണിലെ കുരു മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അത് വെള്ളിയാഴ്ച, അപ്പോൾ ശനിയാഴ്ചയാണ് പോകണമെങ്കിൽ വെള്ളിയാഴ്ച വരെ ആ കുരുവിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ആ സമയത്തെല്ലാം പൊതുവെ 1000 മണി ജപമാല ചെല്ലാറ്. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് രാവിലെ 1000 മണി ജപമാല ചെല്ലാൻ മനസ്സിലൊരു പ്രേരണ തോന്നി. അത് പ്രകാരം ഞാൻ രാവിലെ
സാറ്റർഡേ രാവിലെ 1000 മണി ജപമാല ചൊല്ലി അതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് മകനെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആ കുരു അവിടെ കണ്ണിലില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മോന് തന്നെ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും നേരം അവന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുരു ഉള്ള പോലെ അവന് തോന്നിയിരുന്നു. പക്ഷേ ഡോക്ടർ നന്നായിട്ട് ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ആ കുരു ഇപ്പോൾ ഇല്ല, മോന് ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ വിൽക്കാൻ ശ്രമിച്ചു. OLX ഇട്ടു. ഒരു കാര്യമായൊരു റെസ്പോൺസും കിട്ടിയില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെയാണ് ആശ്രയിച്ചത്. OLX ഇട്ട് വിറ്റ് പോകരുത്, ഇതിനു വേണ്ടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല, മര്യാദയ്ക്കുള്ളൊരു റെസ്പോൺസ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആയുധം വെച്ചു കീഴടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നാണ് ഇനി അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യമുള്ളത്, അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഇതൊന്ന് വിറ്റ് തരണേന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ OLX ഒന്നും കൂടി ഇട്ടു. അതിട്ട് ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാൾ എൻക്വയറി വരികയും അന്നേ ദിവസം തന്നെ അയാൾ വന്ന് ആ വണ്ടി എടുത്തോളാമെന്ന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഡിമാൻഡ് RC ആ പുതിയ വാങ്ങിക്കുന്ന ആളുടെ പേരിലോട്ട് മാറ്റിയാലേ വണ്ടി കൊടുക്കുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഡിമാൻഡ് പുള്ളി അംഗീകരിച്ചു. പക്ഷേ ഉടനെ ഇത് നടത്തണമെന്ന് പറഞ്ഞു. ഇത് ട്രാൻസ്ഫർ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലന്ന് ഹസ്ബൻഡ് അപ്പോൾ തലേന്നാണ് ബാംഗ്ലൂർ പോയത്. അപ്പോൾ ഇനി 1-2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ RC ഓണർ ഞാനാണെങ്കിലും എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അന്ന് അത്ര വശമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. പലരോടും അഭിപ്രായം ചെയ്തപ്പോൾ ചിലർ അഗ്രിമെൻറ്റ് എഴുതി ചെയ്യാം, ചിലർ പറഞ്ഞു ആ പ്രോസസ്സൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെപ്പോഴും സംശയമുള്ളപ്പോൾ എപ്പോഴും ബൈബിളാണ് തുറക്കുന്നത്. ബൈബിൾ തുറന്ന് നോക്കി. ഇപ്പോൾ ജെറമിയ 32:14 എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ആധാരം എഴുതി ആധാരത്തിൻ്റെ പകർപ്പും ഏറെ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മൺകലത്തിൽ വെച്ച് സൂക്ഷിക്കുക എന്നുള്ളൊരു വചനമാണ്. അപ്പോൾ ആധാരം എന്നുള്ളൊരു വാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പണ്ടും ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് ആ സമയത്ത് അപ്പോൾ ബന്ധമില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആധാരം എഴുതി സൂക്ഷിക്കുക എന്നുള്ള വചനം കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായി, ദൈവം മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് മുന്നോട്ട് പോവുകയും ആ കാര്യം വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തി തരികയും ചെയ്തു. സമയബന്ധിതമായി തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ RC ഓണറിന് പേര് മാറി കിട്ടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇനിയും പിന്നെ ഞാൻ അപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാ ഭാഷയിലുമുള്ള പത്രം ഞാൻ വാങ്ങിക്കാറുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ചിലപ്പോഴും ഹിന്ദിക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ, ബംഗാളി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം പിന്നെ ഞാൻ ഇവിടുന്ന് ബംഗാളി പത്രങ്ങൾ വാങ്ങിക്കുകയും ബംഗാളികളെ കാണുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. ഞാനെപ്പോഴും പല ഭാഷകളുള്ള പത്രങ്ങൾ എപ്പോഴും കയ്യിൽ വയ്ക്കും. കാരണം എപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്, പല ഭാഷയുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കാണില്ലല്ലോ. കാണുമ്പോൾ മാതാവിനെ പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ പത്രം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് കൃപാസനമായിട്ട് ബന്ധമുള്ള എല്ലാവരും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ അതിൽ 1000 മണി ജപമാല നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുകയും മാസത്തിലൊരിക്കലും നമ്മൾ ഒരു മാനസിക ഒരു നോൺ ക്രിസ്ത്യൻ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും കൂടാതെ അവിടെ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ അവിടെ ഭക്ഷണം, ഞാനും കൃപാസനത്തിൽ ഉടമ്പെടുത്ത് വേറൊരു ആൻറ്റിയും കൂടി ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫുഡ് ആദ്യം വിളമ്പി കൊടുത്തിട്ടാണ് പോവാറ്. പിന്നെ എനിക്ക് തന്നെ അത് തോന്നി, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൃപാസനത്തിൻ്റെ കാര്യപ്രവൃത്തി ആവുമല്ലോ. അച്ഛൻ പറയാറുണ്ടല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്താലേ ആവുള്ളൂ. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ അവിടെ വരാന്തയിൽ നിന്ന് ജപമാല ചൊല്ലാൻ ഉള്ള പെർമിഷൻ ആ മേലധികാരിയോട് ചോദിക്കുകയും അവർ സമ്മതിക്കുകയും നമ്മൾ എല്ലാ മാസവും ഈ ഫുഡ് കൊടുത്തതിന് ശേഷം ആദ്യം വരാന്തയിൽ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതിന് ശേഷം പിന്നെ മാറി വന്ന മേലധികാരി നമുക്ക് വേണ്ടി ഒരു മുറി സജ്ജീകരിച്ചു തന്നു, സർവ്വമത പ്രാർത്ഥനാലയം പോലെ. അവിടെ മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം വെച്ചൊരു മുറി സജ്ജീകരിച്ചു തന്നു. നമ്മളപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മാനസിക രോഗികളും നമ്മുടെ കൂടെ വന്നിരുന്ന് കൊന്ത ചെല്ലാറുണ്ട്.
അതോടൊപ്പം തന്നെ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെല്ലുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിൽ പോകാം. അങ്ങനെ ക്യാൻസർ പേഷ്യൻസിനെ കണ്ട് വേണ്ട സഹായം കൊടുക്കുകയും അങ്ങനെ തുടങ്ങി. പിന്നീട് കാരുണ്യ പ്രവൃത്തി മാത്രമല്ല, ഈ ഓരോ തവണയും നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ക്യാൻസർ പേഷ്യൻസിനെ കാണുമ്പോൾ അവർക്ക് കാരുണ്യ പ്രവൃത്തി മാത്രമായിട്ടല്ല, എനിക്കതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കൂടിയാണ് തോന്നുന്നത്. കാരണം മിക്ക ക്യാൻസർ പേഷ്യൻസും അസുഖമെല്ലാം വന്ന് അവരുടെ ഹോപ്പ് എല്ലാം പോയി ഇരിക്കുകയായിരിക്കും. നമുക്ക് മാതാവിനെ ഈശോയെ പറ്റി പറയാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉടമ്പടി എടുത്തവരും ആ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ആ ഉടമ്പടി എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കാനും സാധിക്കാറുണ്ട്. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാനും ജീവിതകാലം മൊത്തം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കാനും മാതാവിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം ഒരാളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള അനേകർക്ക് അനുഗ്രഹമാകുവാൻ, വെളിച്ചമാകുവാൻ, വിശ്വാസം പകരുവാൻ, അവരുടെ ജീവിതത്തെ കുറെ കൂടി ഔദാര്യത്തിൽ അനുഗ്രഹിക്കുവാൻ നമ്മളെ വിളിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ. നമുക്കതിനോട് ആത്മാവ് ചേർത്ത് വയ്ക്കുവാനാകുമെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ട്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾക്ക് ദൈവികമായ സ്പർശമുണ്ട്, നാം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കർത്താവിൻ്റെ സൗഖ്യമുണ്ട്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക്